സിദ്ധാർത്ഥന്റെ മരണത്തിലെ സിബിഐ അന്വേഷണം വൈകിപ്പിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്. ആഭ്യന്തര വകുപ്പിന്റെ തലവനായ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല. ആരുടെയെങ്കിലും മുകളിൽ പഴിചാരുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ധൃതി പിടിച്ചു കാര്യങ്ങൾ ചെയ്യുന്നത്. സിബിഐ അന്വേഷണം ഏറ്റെടുത്തു എന്ന് പറയുന്നതുവരെ പോരാടുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ആഭ്യന്തര മന്ത്രാലയം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ വീഴ്ചയല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒരു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഇത് കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും ഒരാളെ മേലെ പഴിചാരിയിട്ട് ഇപ്പം 3 പേർ സസ്പെൻഡ് ചെയ്ത 3 പേര് അവർ കുറ്റക്കാരാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് അവർ ആഭ്യന്തര കാര്യം അന്വേഷിച്ചിട്ട് അവർ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ അവരിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഈ സസ്പെൻഷൻ? അങ്ങനെയാണെങ്കിൽ മുതിർന്ന ഈ എല്ലാവരും അതിൽ ഉത്തരവാദിയാണല്ലോ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പ്രക്ഷോഭം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു നീതി എവിടെ എനിക്ക് നിഷേധിക്കുന്നു തോന്നുന്നു, അല്ലെങ്കിൽ എപ്പോഴും കിട്ടില്ല എന്ന് തോന്നുന്നു, ആ സമയത്ത് ഞാൻ ശക്തമായി തന്നെ ഇതിൽ പോരാടും. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ, വെൽക്കം ടു ബ്രേക്കിംഗ് അവേഴ്സ്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അതായത് ആഭ്യന്തര വകുപ്പിലെ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ മാത്രം വീഴ്ചയാണോ ഇത് എന്നുള്ള ന്യായമായ ഒരു സംശയം തന്നെയാണ് അദ്ദേഹം ഇതിനകം തന്നെ നമ്മളിലൂടെ കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം അറിഞ്ഞില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെയും വീഴ്ചയല്ലേ എന്ന്. പ്രസക്തമല്ലേ ആ ചോദ്യം? സുനിഷ, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പഴിചാരലിനപ്പുറം സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്താറായോ? സുജയ പറഞ്ഞതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ വൈകിയതിൽ കഴിഞ്ഞ ദിവസം ഈ ഉദ്യോഗസ്ഥതല വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് 3ഓളം ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ധൃതി പിടിച്ചൊരു നീക്കം ഒരുപക്ഷെ വിവാദമാകുമെന്നും ഈ കുടുംബം തന്നെ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് പ്രതിഷേധം ഘടിപ്പിക്കുമെന്നും അറിയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച നീക്കം ആഭ്യന്തര വകുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്നത്. ഒരു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ നടന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതികരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ ധൃതി പിടിച്ച കാര്യങ്ങൾ കൊണ്ടൊന്നും തന്നെ തങ്ങൾ പ്രതിഷേധത്തിൽ നിന്നും മുന്നോട്ട് പോകില്ല, CBI അന്വേഷണം ഏറ്റെടുത്തു എന്ന് പറയുന്നത് വരെ ഇതേ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് ആ സിദ്ധാർത്ഥിന്റെ പിതാവ് നമ്മളോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഈ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെയും പലരും ചൂണ്ടിക്കാണിച്ചതും ഇത് തന്നെയാണ്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന തലവനായ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞില്ലേ എന്നത് തന്നെയാണ്. ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ 3 വനിതാ ഉദ്യോഗസ്ഥരെ ഇതിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. ഇത് തന്നെ ഈ പെട്ടെന്ന് തന്നെ ഇത് മറക്കാനുള്ള, അല്ലെങ്കിൽ പഴിചാരിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പഴിചാരിക്കൊണ്ട് ഈ കേസിനെ മാറ്റാനുള്ള ഒരു തീരുമാനമല്ലേ, നീക്കമല്ലേ എന്നത് തന്നെയാണ് ഏതായാലും സിദ്ധാർത്ഥിന്റെ പിതാവ് ചോദിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നതും ഈ മാർച്ച് 9-ാം തീയതി ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ധൃതി പിടിച്ച് തന്നെയാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോഴും അന്വേഷണം ഏത് ദിശയിലും എത്തിയിട്ടില്ല. അതേസമയം പോലീസ് അന്വേഷണവും നിലക്കുന്നു. അതിനിടയിലാണ് VC 33ഓളം പേരെ തിരിച്ചെടുക്കാനുള്ള നടപടികളും ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തന്നെയും കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതിന്റെ ഭാഗമായിരുന്നു എന്നൊരു സംശയം കുടുംബം നേരത്തെ ഉന്നയിക്കുന്നുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുക കൂടി ചെയ്യുകയാണ്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇനി CBI അന്വേഷണം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ CBI അന്വേഷണം ഏറ്റെടുത്തു. CBI അന്വേഷണം ഏറ്റെടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ പ്രതിഷേധത്തിൽ നിന്നും മുന്നോട്ട് പോകുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ പ്രതിഷേധിക്കാൻ തന്നെ, അതായത് അദ്ദേഹം പറഞ്ഞതും ഇനി ഒരു മന്ത്രിയുടെ വീട്ടിലേക്കും നിവേദനവുമായി പോകില്ല, പോകുന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധിക്കാൻ വേണ്ടി ആയിരിക്കുമെന്നതാണ്. ഏതായാലും പ്രതിഷേധം ഘടിപ്പിക്കും. CBI അന്വേഷണം ഇനിയും വൈകുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ എങ്ങനെയാണോ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിരുന്നത് അതേ രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. സുജയ.